നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം തേടി. വി.എസ്. ജോയി, ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ പേരുകൾക്ക് പുറമെ വനിതാമുഖവും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിൽ ഉമാ തോമസ് മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധിയായി നിയമസഭയിലുള്ള ഏക വനിത. ഇടത് സർക്കാരിനെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തി പി.വി. അൻവർ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച തട്ടകത്തിലാണ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമായ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുന്നത്. മണ്ഡലം നിലനിർത്തേണ്ടത് എൽ.ഡി.എഫിനും തിരിച്ചുപിടിക്കേണ്ടത് യു.ഡി.എഫിനും ഒരേപോലെ അനിവാര്യം. രാജ്യപ്രഖ്യാപനം നടത്തുന്നതിനിടയിൽ തന്നെ വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പി.വി. അൻവർ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആര്യാടൻ ഷൌക്കത്തിനെ അനുകൂലിക്കുന്ന വിഭാഗം ഈ നീക്കത്തിനെതിരെ ഉടൻ രംഗത്ത് വന്നു. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ജില്ലയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനും വി.എസ്. ജോയി ഡി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം അൻവറിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് വിരുദ്ധമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന സന്ദേഹവും നേതൃത്വത്തിനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ മുഖവും ഇടം പിടിച്ചിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതലയുള്ള കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയുടെ പേരിനാണ് മുൻതൂക്കം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ജമീലയെ പരിഗണിക്കുന്നതിലൂടെ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഒരേപോലെ ഉറപ്പാക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. കൊമ്പ് കോർത്തു നിൽക്കുന്ന വി.എസ്. ജോയി അനുകൂലികളെയും ആര്യാടൻ ഷൌക്കത്ത് അനുകൂലികളെയും ഒരേപോലെ സമവായത്തിലെത്തിക്കാൻ പുതുമുഖ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞാൽ ആ പേരിന് തന്നെയാവും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുഖ്യ പരിഗണനയും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.